ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബിത, സൈക്കോളജിസ്റ്റ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയെക്കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് വന്ധ്യത അല്ലെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് വരാനുള്ള കാരണങ്ങൾ എന്താണ്, ഇത് മാറുന്ന ഒരു പ്രശ്നമാണോ, ആ ഇൻഫെർട്ടിലിറ്റി ഉള്ള പ്രശ്നമുള്ള ദമ്പതിമാർക്ക് പിന്നീട് ഫ്യൂച്ചറിൽ കൊച്ചുങ്ങൾ ഉണ്ടാവുമോ, അവർ പിന്നീട് തുടർച്ചയായിട്ടുള്ള നിരാശയിലേക്ക് പോകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതും അതിന് വല്ല ഹോം റെമഡീസ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാവോ എന്നുള്ളതുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വന്ധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ വന്ധ്യത ഉള്ള പ്രശ്നമുള്ള ഒരു ദമ്പതിമാരെക്കുറിച്ച് അല്ലെങ്കിൽ വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളുടെ മാനസികാവസ്ഥയും അവരുടെ ലൈഫിലുണ്ടാകുന്ന വ്യത്യാസത്തെയും കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അതായത് ഇന്ന് നമുക്ക് സമൂഹത്ത് ഒത്തിരി പേര് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പഴയ കാലങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ പ്രായം, അതായത് മുത്തശ്ശന്മാരുടെ കാലങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടങ്ങളിലെല്ലാം എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ 8, 9, 10 അതിൽ കൂടുതലോ മക്കളെ അവർ ജന്മം കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് അന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് വന്ധ്യത എന്നൊരു പ്രശ്നമില്ലാത്തത്? മേ ബി ഉണ്ടെങ്കിൽ തന്നെ 1 or 2 കേസസേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ ആ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു 50% ഈ ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന ദമ്പതികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അന്ന് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പണ്ട് കാലങ്ങളിലുള്ള ജീവിത രീതിയും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിത രീതികളും രണ്ടാണ്. കാരണം ജീവിത രീതിയിലുള്ള വ്യത്യാസവും നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള വ്യത്യാസങ്ങളുമാണ് ഇതിനുള്ളൊരു മെയിനായിട്ട് പറയുന്ന കാരണങ്ങൾ. അതായത് ജീവിത രീതി എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സാധാരണയായിട്ട് ഈ വന്ധ്യത പ്രശ്നങ്ങളുള്ള ദമ്പതിമാർ അനുഭവിക്കുന്ന മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സമൂഹം അവരെ നോക്കിക്കാണുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നും അവർക്കുണ്ടാവുന്ന സപ്പോർട്ടില്ലായക, അല്ലെങ്കിൽ അവരെ ഒരു മാറ്റി നിർത്തുന്ന രീതികളെല്ലാം നമ്മളിന്ന് ചുറ്റും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് ഞങ്ങൾക്ക് ഇതുപോലുള്ള വന്ധ്യതാ പ്രശ്നങ്ങളുള്ള കപ്പിൾസ് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ്, അതായത് കൗൺസിലിങ്ങിനായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൽ പലവരും നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, അവർ ഒരിക്കലും ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യില്ലെന്ന്. അതായത് ഒരു വിവാഹ പാർട്ടി ആയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളുകൾ കൂടുന്ന ഒരു സ്ഥലങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അതിലേക്ക് കൂടുതലും പോവാതെ നോക്കുക. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ചോദ്യങ്ങളും മറ്റ് മാനസികപരമായിട്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളും അവരെ മാനസികപരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുകയും അത് പിന്നീട് ചിലപ്പോൾ ഒരു സൂയിസൈഡ് വരത്തേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ പ്രൊഫഷനിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം സമൂഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ പറയാറില്ലേ, എന്തെങ്കിലും ഒരു വിഷമത്തിലിരിക്കുകയാണെങ്കിൽ അതിനെ കുറച്ചും കൂടി ഊതി വീർപ്പിക്കുന്ന രീതിയിലുള്ളൊരു നേച്ചറാണ് നമുക്ക് ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത് അല്ലേ. കാരണം അവരെ കുത്തി നോവിച്ച് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, കാരണം അവർക്ക് ഓൾറെഡി വിഷമത്തിലിരിക്കുമ്പോൾ അതിനെ കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മനുഷ്യന്മാരുടെ ഒരു നേച്ചർ മാറുകയാണ്. ഇത് ആരെയും ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഞങ്ങൾ കണ്ട ഞങ്ങളുടെ പ്രൊഫഷനിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. കാരണം പലവരും വളരെ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ട് വരെ. അതുമാത്രമല്ല ഈ ദമ്പതികൾ, അതായത് കപ്പിൾസിൽ ആൺ പെൺ വ്യത്യാസവും ഈ ഒരു ഇൻഫെർട്ടിലിറ്റി വന്ധ്യതാ പ്രശ്നങ്ങളെ തരംതിരിച്ച് കാണാറുണ്ട്. അത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഒരു കപ്പിൾസിന് അവർക്ക് കൊച്ചുങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ദമ്പതികൾക്ക് കൊച്ചുങ്ങളില്ലെങ്കിൽ കൂടുതലും ഹേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നത് സ്ത്രീകളെ ആയിരിക്കും. അപ്പോൾ കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ മൊത്തത്തിൽ ആക്ഷേപിക്കുകയാണ്, അവൾക്കുള്ള പ്രശ്നമാണ്, അവളുടെ വൈകല്യമാണ്, അവൾക്ക് കൊച്ചുങ്ങളാവാനുള്ള ആ ഒരു പോരായ്മ കൊണ്ടാണ് അവർക്ക് കുട്ടികളില്ലാത്തത് എന്നും സമൂഹം നെഗറ്റീവ്, അതായത് അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ കൊച്ചുങ്ങളില്ലാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു സ്ത്രീനെ പോലെ തന്നെ പുരുഷനിലും ഈക്വൽ റോളുണ്ട്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പ്രശ്നമുള്ളത്, പുരുഷന്മാരിലും വന്ധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ നിങ്ങളെയൊക്കെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്
വന്ധ്യത വരുന്നത്, അല്ലെങ്കിൽ ഈ വന്ധ്യത എന്ന പ്രശ്നം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വരാനുള്ള കാരണങ്ങൾ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങളും നമ്മുടെ വർക്കിലുള്ള, അതായത് നമ്മുടെ ജോലിയിൽ സംബന്ധമായിട്ടുള്ള വ്യത്യാസങ്ങളുമാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയും. അതുകൂടാതെ ജീവിത രീതി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പണ്ട് കാലങ്ങളിൽ ഉള്ള ഭക്ഷണ രീതികളായാലും ലൈഫ് സ്റ്റൈലായാലും, കാരണം പണ്ട് കാലങ്ങളിലെല്ലാം അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിലും കൂടുതലായിട്ട് അവർ ശരീരം അധ്വാനിക്കും. പണി ചെയ്തിട്ടും വീട്ടിലുള്ള പണികളായാലും പുറത്തുള്ള പണികളായാലും പറമ്പിലായാലും പാടങ്ങളെല്ലാം പോയി അവർ കൂടുതലും ശരീരം അധ്വാനിക്കുക. അതായത് അധ്വാനിക്കുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള, ഞാൻ പ്രീവിയസ്ലി പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് ആയാലും എല്ലാം അത് ബേൺ ചെയ്ത് പോവുകയും അവരെപ്പോഴും ഫിസിക്കലി ഫിറ്റായിരിക്കും. അതേ സ്ഥാനത്ത് ഇന്നുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? കുറേ ജങ്ക് ഫുഡുകൾ കഴിക്കുക അല്ലേ. ജങ്ക് ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പാരൻസ് ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണതാണ് ബർഗർ, പിസ്സ, അത് ഇത് പറഞ്ഞിട്ട് കുറേ വാങ്ങിച്ചു കൊടുക്കാറല്ലേ. പക്ഷേ ഇതുപോലുള്ള ജങ്ക് ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നതും ഇതുപോലുള്ള ഫ്യൂച്ചറിൽ അവരുടെ ഫാമിലി ലൈഫിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ജങ്ക് ഫുഡിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അമിതവണ്ണം, അതുമാത്രമല്ല പ്രായം കഴിഞ്ഞിട്ടുള്ള വിവാഹം. ഇപ്പോൾ 30 വയസ്സിന് ഉള്ളിൽ മാരേജ് കഴിഞ്ഞാണെങ്കിൽ സാധ്യതകൾ ഓക്കെ, കുട്ടികളാവാൻ സാധ്യത. പക്ഷേ 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധ്യത കുറയുമെന്നാണ് തിയറിറ്റിക്കലി പറയുന്നത്. അപ്പോൾ പ്രായം ഒരു റീസണാണ്. അതുകൂടാതെ ഈ വന്ധ്യതയ്ക്കുള്ളൊരു റീസണായിട്ട് പറയുന്നത് നമ്മളുടെ ഭക്ഷണ രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഷുഗർ അങ്ങനത്തെയുള്ള സംഭവങ്ങളിൽ പ്രീവിയസ്ലി പറഞ്ഞ പോലെ അതുപോലുള്ള ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, എക്സസൈസ് ഇല്ലായ്മ, അതുമാത്രമല്ല നമുക്ക് ടെൻഷൻസ്, സ്ട്രെസ്സ്, മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുമ്പോഴും ഇതുപോലുള്ള വൈകല്യങ്ങൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല അധികം നേരം നമ്മൾ ഇരുന്നുള്ള ജോലി, കൂടുതലായിട്ട് ഇരുന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ വന്ധ്യത വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പുകവലിയും മദ്യപാനവും. മദ്യപാനം കൂടുതൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മദ്യപാനം കൂടുതലാവുക, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ അല്ലെങ്കിൽ ബീഡിയുടെ അളവ് കൂടുക, ഇതും ഒരു വന്ധ്യതയ്ക്ക് കാരണമാണ്. അപ്പോൾ ഇത് നമ്മൾ കൗൺസിലിങ്ങിൽ നമ്മൾ വരുന്ന ആൾക്കാരോട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് എല്ലാ മദ്യപാനികൾക്കും കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ സിഗരറ്റ് വലിക്കുന്നവർക്കും കൊച്ചുങ്ങളുണ്ടല്ലോ. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അല്ല. അതായത് അങ്ങനത്തെ പ്രോബ്ലങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ അതിനെ കുറച്ചും കൂടി ലെവൽ കൂട്ടും. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നം അവർക്കൊരു 50% ആണെങ്കിൽ ഒരു 50% അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവൽ കൂട്ടാൻ ഇതുപോലുള്ള സബ്സ്റ്റൻസുകൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നതാണ് അഡോളസെൻസ് ഏജിലുള്ള ആൺകുട്ടികൾ കഞ്ചാവായാലും മയക്കുമരുന്നും അതുപോലുള്ള സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ അവരുടെ ലൈഫ് കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനേക്കാളും വന്ധ്യതയുടെ പ്രശ്നങ്ങൾ കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അത് ഇൻഫ്ലുവൻസ് ബാധിക്കുകയും അത് പിന്നീട് ഇതുപോലുള്ള വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളായാലും മറ്റെന്ത് മാനസിക പ്രശ്നങ്ങളും അത് കൂടുതലായിട്ട് കാണും. അതേപോലെ തന്നെ മറ്റൊരു വന്ധ്യതയുടെ ഒരു മെയിൻ പ്രശ്നമാണ് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം, അതായത് സ്ട്രെസ് പരമായിട്ടുള്ള കാരണം. ചിലപ്പോൾ കൂടുതലായിട്ട് വർക്കുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, ഇതെല്ലാം കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്, അതായത് സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും. അതുമാത്രമല്ല നമ്മുടെ ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യതകൾ ഈ ഒരു വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഈ മാനസിക പിരിമുറുക്കങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകൾ, ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഈക്വലാണ് വന്ധ്യതയുടെ പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ സ്ത്രീകൾക്ക് വന്ധ്യത എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് കാണാനുള്ള സംഭവങ്ങളൊന്ന് PCOD, POS. അതായത് PCOD അറിയാലോ, പോളിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എൻഡോമെട്രിയാസിസ്, യൂട്രസിലുണ്ടാകുന്ന മുഴകൾ പോലുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഓവുലേഷൻ പ്രോപ്പർ ആവാതിരിക്കുക. അതേപോലെ പിന്നീട് കാണുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ട്യൂബിൽ ഗർഭം ധരിക്കുക അല്ലേ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ പിന്നീട് അത് അബോഷനായി പോകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ PCOD പറയുന്ന ഒരു പ്രശ്നം ഭയങ്കര പ്രോബ്ലം ആയിട്ടാണ് ഇന്ന് വന്ധ്യതയുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ
ഈ PCOD മാറ്റിയാൽ മാത്രമേ വന്ധ്യതയ്ക്ക് നമുക്കൊരു സൊല്യൂഷൻ ആവുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നെല്ലാം പറയാം. അതേപോലെ ഇനി പുരുഷന്മാരുടെ സൈഡ് എടുക്കുകയെന്നാണെങ്കിൽ അവർക്ക് കാണുന്ന പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് ഈ ഇൻഫെർട്ടിലിറ്റിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ബീജത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവ്, അതായത് അതിൻ്റെ അളവിലുള്ള കുറവ്. അതായത് ഇപ്പോൾ നമുക്ക് ചലനശേഷിയുള്ള ബീജങ്ങളുണ്ട്, ചലനശേഷി കുറഞ്ഞ ബീജം. അപ്പോൾ ഇതിൻ്റെയുള്ള വ്യത്യാസം, അതായത് ഇത്ര പെർസെൻറ്റേജ് ചലനശേഷിയുള്ള ബീജം വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കുറയുമ്പോഴും വന്ധ്യതയ്ക്ക് ഒരു റീസണാണ്. അതേപോലെ തന്നെയാണ് മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഇതുപോലുള്ള ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു റീസണായി വരുന്നുണ്ട്. അതേപോലെ പുകവലിയായാലും മദ്യപാനം. അപ്പോൾ ഇതെല്ലാം പറയാനുള്ള കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇന്ന് പല ദമ്പതിമാരും ഒരു ലൈഫ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് പോകും. അപ്പോൾ അലോപ്പതി ആവാം, എല്ലാ ഫീൽഡും, അതായത് അലോപ്പതി ആയാലും ഹോമിയോ ആയാലും ആയുർവേദം ആയാലും എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻറ്റും ഉണ്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന്. പക്ഷേ നമുക്ക് കണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ആദ്യം ഒരു അലോപ്പതിയിൽ പോയി 1 വർഷം ട്രീറ്റ്മെൻറ്റ് എടുക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കും, മാറ്റമൊന്നും കണ്ടില്ല. അപ്പോൾ പെട്ടെന്ന് അവർ ഷിഫ്റ്റ് ചെയ്യും, ആരെങ്കിലും പറയുന്നത് കേട്ട് ഹോമിയോയിൽ പോകും. ദെൻ ഹോമിയോയിൽ അതുപോലെ 1 വർഷം ട്രീറ്റ്മെൻറ്റ് എടുക്കും, മാറ്റമൊന്നും കണ്ടില്ല. ദെൻ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവരിങ്ങനെ പല ഡോക്ടേഴ്സിനെ കാണും. പിന്നെ ഒരു ഡോക്ടേഴ്സിനെ പോയി ആ ഡോക്ടറിനേക്കാളും ബെറ്ററാണ് മറ്റൊരു ഡോക്ടർ. അതായത് എല്ലാ ഡോക്ടേഴ്സും ഇതിനെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടാണല്ലോ അവരവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് പലവർക്കും ഇത് കൊച്ചുങ്ങളാവാതിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ കുറേ മരുന്ന്, അവർ തരുന്ന മരുന്ന് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തരുന്ന മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഡോക്ടേഴ്സ് കുറേ അഡ്വൈസ് തരും. അതായത് നമ്മുടെ ജീവിത രീതിയിൽ വ്യത്യാസം വരുത്തണം, ഭക്ഷണങ്ങളിൽ എന്തൊക്കെയാണോ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത് അതെല്ലാം അവോയ്ഡ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, പിന്നെ കൂടാതെ ഗോഡിൻ്റെ ബ്ലെസ്സിങ്ങിൽ അതും ഒരു റോളുണ്ട് കേട്ടോ നമ്മുടെ പ്രഗ്നൻസി ആവുന്നതിന്. അതായത് അത് മാത്രമല്ല, ഒരു 50% ദൈവത്തിൻ്റെ സപ്പോർട്ടും നമ്മളുടെ എഫേർട്ടും കൂടെ ഒരുമിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൽ ക്യൂർ ആവാതാകുമ്പോൾ അവരത് ക്യാൻസൽ ചെയ്യും. അതായത് ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും കാര്യമില്ല, എനിക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവർ മാനസികപരമായിട്ട് തളരും. അപ്പോൾ അവിടെ വരുന്ന സിംറ്റംസുകൾ എന്തൊക്കെയാണ്? മാനസിക പിരിമുറുക്കങ്ങളായ ഡിപ്രഷനും ആങ്സൈറ്റിയും. അതായത് കൂടുതലും ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ഉള്ളവർക്ക് വരുന്നൊരു മെയിൻ പ്രോബ്ലമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് വിഷാദരോഗം. ഈ സാധാരണ വിഷാദരോഗം വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു അല്ലേ, അതായത് നമ്മളൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുടെ സംസാരങ്ങൾ കേൾക്കും. അതായത് ഇതുവരെയും കൊച്ചുങ്ങളായില്ല അല്ലേ എന്ന് പറഞ്ഞ് അതിന് കുറച്ചും കൂടി ആഡ് ചെയ്ത് അവരെ ഫീൽ ചെയ്യിപ്പിക്കുക. അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവിടെ വരുന്നൊരു സംഭവമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതായത് അപകർഷതാബോധം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനായോ അല്ലെങ്കിൽ കൊള്ളാത്തവളായോ എന്നുള്ള രീതിയിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ വരും. അതുകൂടാതെ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും കാര്യമില്ല, ഫ്യൂച്ചറിൽ ഇനി നമുക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ നഷ്ടപ്പെടും. അവിടെ ഹോപ്പ്ലെസ്നെസ് വന്നു. അതും വിഷാദ രോഗത്തിൻ്റെ ഒരു ഫ്യൂച്ചറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ സാധാരണയായിട്ട് ഈ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ഉള്ളവർക്ക് ഒന്നില്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ്, ഒത്തിരി അങ്ങോട്ട് ഉറങ്ങും, മണിക്കൂറുകളോളം ഉറങ്ങും, ചിലർക്ക് ഉറക്കം ഉണ്ടാവത്തില്ല. അപ്പോൾ 2 രീതി, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം ഇവർക്ക് ഉണ്ടാവില്ല. അത് കാരണം ചിന്തകളാണ്. ചിലവർ ചിന്തിച്ച് ഉറങ്ങാതാവും, ചിലവർ ഡിപ്രഷൻ, അതായത് ഡിപ്രഷനിലും ഉറക്കം കൂടുതലാണ് വരിക. അപ്പോൾ ഉറക്കം ഒത്തിരി ഉറങ്ങാവും, ഫുൾ ടൈംസ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഒരു ഗ്ലൂമി ആയ രീതിയിലേക്ക് അവരുടെ മാനസികാവസ്ഥ പോവുക. മേ ബി ഈ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ വന്ധ്യതാ പ്രശ്നങ്ങളുള്ളവർ ഒട്ടുമിക്ക ആൾക്കാരും മാനസികപരമായിട്ട് സ്ട്രെസ് അനുഭവിച്ച് അവസാനം അവർക്ക് പിടിനില കിട്ടാത്തൊരവസ്ഥയാകുമ്പോൾ അവർ സൂയിസൈഡ് പോലും ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇതുപോലുള്ള അപ്രോച്ചും കൂടി ആകുമ്പോൾ അതിൻ്റെ ദൈർഘ്യം, അതിൻ്റെ ലെവല് കൂടുന്നതും കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആങ്സൈറ്റി ആകും. അതായത് അതിൻ്റേതായ രീതിയിലുള്ള ആഫ്റ്റർ റിയാക്ഷനായിട്ട് പേടിയും, എന്തെങ്കിലും ആവുമോ, അല്ലെങ്കിൽ ഇനി എൻ്റെ ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് എന്താ പ്രതീക്ഷ, അതുപോലുള്ള പ്രതീക്ഷകളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഇതിനൊന്നും നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നിരാശ അല്ലെങ്കിൽ നമ്മളുടെ വിഷമം ഒരു പരിഹാരമല്ല വന്ധ്യതയ്ക്ക്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സ് കാമായിരിക്കണം. എപ്പോഴും നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. നമ്മളെപ്പോഴും ഫ്യൂച്ചറിനെ ഭയങ്കര ബിഗ് കോൺഫിഡൻസ് ആയിട്ട്, അതായത് എനിക്ക് പറ്റും അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിൽ ഞാനിത് നേടിയെടുക്കും എന്ന കോൺഫിഡൻസോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും.
അതായത് ഈ PCOD ഒന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. അതായത് നമുക്ക് തോന്നലാണ് PCOD വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിൽ ഇതുപോലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് മാറില്ല, അതിന് എൻ്റെ ജീവിതം മൊത്തം ഉണ്ടാവും, എൻ്റെ ഭാവിയിൽ യൂട്രസ് പോവുമോ എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. നമ്മൾക്ക് തന്നെ മാറ്റി, അതായത് നമ്മൾ തന്നെയാണ് വരുത്തിയത് അല്ലേ, നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം. ഇതിപ്പോൾ പാരമ്പര്യമൊന്നുമല്ല. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് PCOD ആയാലും എല്ലാം പാരമ്പര്യമാണ്. പാരമ്പര്യം എന്ന് പറയുന്ന ഒരു റീസൺ ആണ്, പോസിബിലിറ്റീസ് എന്ന് പറയുന്നുള്ളൂ, സാധ്യതയേ ഉള്ളൂ. അതിന് നമുക്ക് വരുത്താതെ നോക്കാൻ പറ്റും. ഇപ്പോൾ അമ്മയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വരണം എന്നില്ല അല്ലേ. അപ്പം ഞാൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വരില്ല. മേ ബി വന്നാലും നമുക്കതിനെ മാറ്റിയെടുക്കാം. അതും കൂടെയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ പ്രീവിയസിൽ പറഞ്ഞിരുന്നു അല്ലേ, അതായത് നമുക്ക് PCOD വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കുറേ അവോയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ഉള്ളവർ കൗൺസിലിങ്ങിൽ വരുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന അഡ്വൈസ് എന്തൊക്കെയാണെന്ന് വെച്ച് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഷുഗർ ഒഴിവാക്കുക. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ മുൻപും, എല്ലാ എപ്പിസോഡിലും കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്, ഷുഗർ ഫുള്ളായിട്ട് ഒഴിവാക്കണം. കാരണം നമ്മുടെ ഉദ്ദേശം എന്താ, ഒരു കുഞ്ഞിനെ കിട്ടുക. അതായത് ആ കുഞ്ഞിനെ നമ്മുടെ ലൈഫിൽ കിട്ടുമ്പോഴുണ്ടാകുന്നൊരു ഹാപ്പി നമുക്ക് മറ്റൊരെവിടെ നിന്നും കിട്ടത്തില്ല. അപ്പോൾ ആ കുഞ്ഞിൻ്റെ രൂപം നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര എന്നൊരു വിഷയമല്ല അല്ല. അപ്പോൾ നമ്മൾ കുറേയെല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ ത്യജിക്കണം. നമുക്ക് ഇതുവരെ നമ്മൾ കഴിച്ചില്ലേ, അതായത് കല്യാണത്തിന് മുൻപ് വരെ കഴിച്ചു, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷവും കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ കുറേ കഴിക്കാതിരിക്കുക. അപ്പോൾ ഈവൻ ആണുങ്ങളോടായാലും ഞാൻ പറയാം, കുറേ നമ്മൾ സിഗരറ്റും മദ്യമൊക്കെ യൂസ് ചെയ്താണ്. അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ ബേബിക്ക് വേണ്ടി ഒന്ന് അവോയ്ഡ് ചെയ്തപ്പോൾ എന്താ കുഴപ്പം, കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ വലിക്കുകയോ ചെയ്തു. അതായത് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞാൽ, തൽക്കാലത്തേക്ക് കേട്ടോ. കാരണം നമ്മുടെ പർപ്പസ് എന്താ, നമ്മളുടെ കാലത്തിന് ശേഷം നമ്മളുടേതായ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക. അതായത് മധുരം പാടെ ഒഴിവാക്കുക. ശർക്കര യൂസ് ചെയ്യുക കേട്ടോ, അതൊരു വലിയൊരു ഇഷ്ടമല്ല, അത് ഒഴിവാക്കുക. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പോലുള്ള കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. യൂട്യൂബിൽ ഈ ഡയറ്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ തടി കുറയ്ക്കാനുള്ള വീഡിയോസ് കാണുമ്പോൾ പലവരും പറയുന്ന ഒരു സംഭവമാണ് ചോറ് സ്കിപ്പ് ചെയ്യുക, ചോറ് പാടെ ഒഴിവാക്കുക എന്നുള്ള രീതിയിലുള്ള വീഡിയോസുകളാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നമുക്ക് എന്ത് വേണം, മതിയായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും എല്ലാം വേണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽത്തി ഉണ്ടാവത്തില്ല. തടി കുറയലല്ലോ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ, അതായത് നമുക്ക് തടി എങ്ങനെ കുറയ്ക്കാം, അതിനുള്ള ഡയറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ എക്സസൈസാണെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണ രീതിയിൽ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ചോറ് ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. നമ്മുടെ കേരളീയർക്ക് ഭക്ഷണം കുഞ്ഞുനാൾ മുതലേ നമ്മൾ കഴിച്ചു വരുന്നതാണ് അല്ലേ, ചോറെന്ന സംഭവം, അരി. അതിൽ നമുക്ക് ഇത് ബ്രൗൺ റൈസ് യൂസ് ചെയ്യുക, അല്ല വെള്ള അരി മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. പക്ഷേ ബ്രൗൺ റൈസ് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അരിയൊക്കെ യൂസ് ചെയ്യുക, ചോറൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നതിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്തുക. അതേപോലെ നല്ല വ്യായാമം നിർബന്ധമാണ്. വ്യായാമം എന്ന് പറയുന്ന നിർബന്ധമായൊരു കാര്യമാണ്. കാരണം ഞാൻ പ്രീവിയസിലും പറഞ്ഞിരുന്നു, കാരണം നമുക്ക് PCOD ഉണ്ടെങ്കിൽ, PCODൻ്റെ ലെവൽ കൂടി ഫൈബ്രോയിഡ് പ്രശ്നം അതെല്ലാം വരികയാണെങ്കിൽ നമുക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാൻ സാധ്യത തീരെയില്ല. പ്രത്യേകിച്ച് 30 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് സാധ്യതയേ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് ഇതിനൊരു പ്രൂഫാണ് ഞാൻ കേട്ടോ. കാരണം എനിക്കും ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കൊച്ചിനെ കിട്ടി. കാരണം ഞാൻ എടുത്ത എഫേർട്ടാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുത്തു. എക്സസൈസിലൂടെയും ഭക്ഷണം കുറേ അവോയ്ഡ്, ഞാൻ മധുരം എന്ന് പറയുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നതേ ഇല്ല, പഞ്ചസാര. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടിയത്. അതേപോലെ നിങ്ങൾക്കും കിട്ടും. അത് പലവരും എന്നോടും പറഞ്ഞിരുന്നു സാധ്യത 50 പോലും ഇല്ല എന്ന്. പക്ഷെ എൻ്റെ ഒരു ഇതായിരുന്നു ഞാൻ നേടിയെടുക്കുന്നത്, അതെനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പറ്റും. അപ്പോൾ നമ്മളിതുപോലുള്ള ഭക്ഷണ രീതികൾ ഒഴിവാക്കുക. അതേപോലെ പുരുഷന്മാരിൽ ഒഴിവാക്കണം. കാരണം നോക്കി വൈഫിന് PCOD ആണ്, അവൾക്ക് ആ പ്രശ്നം എനിക്കില്ല എന്ന് ചിന്തിക്കരുത്, നിങ്ങൾക്കും ഉണ്ടാവും. രണ്ടാൾക്കും ഇല്ലാത്തതോ എന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിഗരറ്റായാലും മദ്യം പോലുള്ള സബ്സ്റ്റൻസ് കാര്യങ്ങളെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക തൽക്കാലത്തേക്ക്. അതായത് നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നേരപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുന്നു അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുന്നു പറഞ്ഞാൽ അന്നേരം അവർക്ക് നിർത്താൻ പറ്റും. പക്ഷെ നിർത്താൻ പറ്റാത്തത് കൊണ്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേബി ഒരു കുഞ്ഞിന് ആഗ്രഹം ഉണ്ടെങ്കിൽ, 100% മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഈ ഒരു സംഭവങ്ങൾ ഒഴിവാക്കിയേ മതിയാവും. അപ്പോൾ ഇതുപോലുള്ള ഭക്ഷണങ്ങളായാലും സബ്സ്റ്റൻസുകളൊക്കെ പാടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാം. അതായത് സാധാരണയായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പലവരും ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 മാസം അല്ലെങ്കിൽ 6 മാസം ഡോക്ടറെ കണ്ടു കഴിഞ്ഞു, മാറുന്നില്ല, അതായത് കൊച്ചുങ്ങളാവുന്നില്ല, സ്കിപ്പ് ചെയ്തു, നിർത്തി, ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. അതല്ല വേണ്ടത്. അതായത് സാധാരണ പറയുന്നത് 1 വർഷമെങ്കിലും തുടർച്ചയായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തിയേ പറ്റൂ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിസിൻസ് മാത്രമല്ല. ഞാൻ പറഞ്ഞിരുന്നു മെഡിസിൻസിനാണ് എത്ര പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത് പ്രീവിയസിൽ 25%. മെഡിസിൻസ് കഴിക്കുന്ന എല്ലാവർക്കും കൊച്ചുങ്ങളുണ്ടാവുന്നില്ലല്ലോ. അതായത് 100 പേര് ട്രീറ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ അതിലൊരു 50 പേർക്ക് കൊച്ചുങ്ങളുണ്ടാകും. ബാക്കി എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അതവർക്ക് വരില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നല്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അവർ വെറും മരുന്ന് മാത്രം കഴിക്കുന്നുണ്ടാവത്തുള്ളൂ. കാരണം മെഡിസിൻസ് ഡോക്ടർ കൊടുക്കുന്നു, കഴിക്കുന്നു, ജീവിതം പഴയ പോലെ തന്നെ ജങ്ക് ഫുഡും കാര്യങ്ങളും എക്സസൈസ് ഇല്ലായ്കയും ഭക്ഷണത്തിൽ യാതൊന്നും മാറ്റം വരുത്താതെ തുടർച്ചയായി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിരാശപ്പെടാനല്ല. കാരണം ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങളിതുപോലെ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക. അതായത് പറഞ്ഞ പഞ്ചസാര ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഭക്ഷണം ഓവറായിട്ട് അവോയ്ഡ് ചെയ്യാതിരിക്കുക. അതായത് 3 സമയവും ചപ്പാത്തി കഴിക്കുക അല്ലെങ്കിൽ ദോശ കഴിക്കുക, അങ്ങനെയൊന്നും കഴിക്കരുത്. കാരണം നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഒത്തിരി HBയുടെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് വൈറ്റമിൻസും എല്ലാം വേണം. കാരണം നമ്മൾ ഹെൽത്തി ആയാൽ മാത്രമേ നമ്മുടെ യൂട്രസ് ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഹെൽത്തി ആയൊരു ലൈഫ് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ചിലവർ പറയാറുണ്ട് ഈ തടി കുറയ്ക്കുന്നതിൽ നൈറ്റ് ഫ്രൂട്ട്സ് മാത്രം കഴിക്കണം. അതൊന്നുമില്ല കേട്ടോ. അതൊക്കെ കുറേ അവരെ ഞാൻ ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. അതിലെല്ലാം ഒരു പരിധി വരത്തേക്ക് റോങ് ആണ്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണ രീതികളും ഡയറ്റും കാര്യങ്ങളെല്ലാം വരുന്ന എപ്പിസോഡിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും ഭക്ഷണം മെയിൻറ്റെയിൻ ചെയ്ത്. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ കൊച്ചാവാൻ വേണ്ടി ഞാൻ എഫേർട്ട് എടുത്ത കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നെക്സ്റ്റ് എപ്പിസോഡിൽ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ രീതികളെല്ലാം നമ്മൾ വേണ്ടാത്ത, അതായത് നമുക്ക് അപകടകാരിയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ മെയിനായിട്ട് ബേക്കറി ഐറ്റംസുകൾ ഒഴിവാക്കുക. അതായത് മിക്ചർ, മുറുക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളില്ല, അത് ഒഴിവാക്കുക. ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം. പിന്നെ അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. പിന്നെ ജങ്ക് ഫുഡ്സുകളായിട്ടുള്ള കുട്ടികൾ കഴിക്കാറില്ല, ഈ ബർഗർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പാടി ഒഴിവാക്കുക. പിന്നെ എനർജി ഡ്രിങ്ക്സ് ആയിട്ടുള്ള കൊക്കക്കോല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക. അതെല്ലാം ഒഴിവാക്കുക. പിന്നെ തുടർച്ചയായിട്ടുള്ള വ്യായാമം ഡെയിലി നമ്മളൊരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾക്ക് കൊച്ചിന് വേണ്ടിയിട്ട്, കൊച്ചിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവെല്ലാം പോകും. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായാലും എല്ലാത്തിൻ്റെതെല്ലാം വിയർപ്പിലൂടെ പോയി നമ്മൾ മൊത്തത്തിലൊരു ഹെൽത്തി ആയി വരും. അതിനുശേഷം മാത്രമേ നമ്മൾക്കൊരു പ്രഗ്നൻസി പ്രാക്ടിക്കൽ ആവത്തുള്ളൂ. കാരണം നമ്മൾ കുറേ അതായത് നമ്മൾ എക്സസൈസും ചെയ്തു, മെഡിസിൻസും കഴിച്ചു, ആ സ്പോട്ടിലാവണമെന്നില്ല. നമ്മൾ ഇതുവരെ കഴിച്ച ഭക്ഷണത്തിൻ്റെ അപകടകാരിയായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം നശിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നീട് നമ്മൾ ശ്രമിച്ചാൽ കൊച്ചുങ്ങളാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ സമയമെടുക്കും. അതായത് പെട്ടെന്ന് തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലല്ല, 1 വർഷമെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കും. പിന്നെ അതിന് മുൻപ് പറഞ്ഞ ഗോഡിൻ്റെ ബ്ലെസ്സിങ്. അപ്പോൾ നമ്മൾ എക്സസൈസ് നിർബന്ധമാക്കുക. അതിനുള്ള എക്സസൈസ് എല്ലാം വരുന്ന എപ്പിസോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ രീതിയിലുള്ള എക്സസൈസുകൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുള്ളിലുപരി മനസ്സിന് കാമാൻ ക്വയറ്റാക്കുക. അതായത് മനസ്സ് എപ്പോഴും വളരെ ശാന്തമാക്കി മാറ്റുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സും ശരീരവും ഇൻ്റർ റിലേറ്റഡ് ആണ്. മനസ്സിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കില്ലേ. നമുക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കങ്ങളുണ്ടെങ്കിൽ അന്നൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ, അന്നത്തെ ദിവസം ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒത്തിരി റോളുണ്ട് ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ. അപ്പോൾ മാനസികപരമായിട്ടുള്ള സ്ട്രെസ്സുകൾ അവോയ്ഡ് ചെയ്യാം. ആരെന്ത് നമ്മളെ ഫീൽ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാലും നമ്മൾ മനസ്സിലേക്ക് അത് കടത്താതെ വീഴുക. കാരണം സമൂഹം മൊത്തം അങ്ങനെയാണ്. അത് വെച്ചിട്ട് നമ്മൾ മനസ്സിനെ തളർത്താൻ നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഫീൽഡിൽ ഈ പ്രൊഫഷനിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്
പല ദമ്പതിമാരിലും ഞാൻ പറഞ്ഞില്ലേ അടച്ചാക്ഷേപിക്കുകയാണ് സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പ്രശ്നം. അപ്പോൾ സോ അവർ മേ ബി അത് ഡിവേഴ്സ് പോലും ചെയ്യാറുണ്ട്. അവൾക്ക് ഇതൊരു വൈകല്യമാണ്, അവൾക്ക് ഇനി ഒരു കാലത്തും കൊച്ചുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയാണ് പുരുഷന്മാരിൽ കാണുന്നത്. കാരണം എല്ലാവരെയും എല്ലാം പറഞ്ഞ് റയർ കേസുകളാണ് ഞാൻ പറയുക. അപ്പോൾ സോ ഈ ഒരു ചിന്താഗതിയല്ല, അതെല്ലാം തെറ്റായ അവരുടെ അറിവില്ലായ്മയാണ്. കാരണം എൻ്റെ കുഴപ്പമല്ല എൻ്റെ പാർട്ട്ണർ, എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഭാര്യയായ അവളുടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അവളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരു അറിവില്ലായ്മ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സോ അതിന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെ ലൈഫിൽ ഫോളോ ചെയ്യാം. പിന്നെ അതുപോലെ പുരുഷന്മാരിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രോബ്ലങ്ങൾ അല്ലേ. അപ്പോൾ സോ ഇതുപോലുള്ള ബീജത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവ്, അതിൻ്റെ അതിൽ പഴുപ്പൊക്കെ വരും. അപ്പോൾ സോ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കണം. ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന സംഭവങ്ങൾ മാത്രമല്ല, രണ്ടും വേണം. പക്ഷെ കൂടുതലും നമ്മൾ ഇതുപോലുള്ള എഫേർട്ടുകൾ എടുത്താൽ മാത്രമേ നമുക്ക് മരുന്ന് കഴിക്കുന്നതിൽ വല്ല ബെനിഫിറ്റുള്ളൂ. പിന്നെ അടുത്തത് നമുക്കിതിൻ്റെ ഹോം റെമഡീസും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ അലോപ്പതി മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇത് മാറുമെന്ന് വിചാരിക്കരുത്. അതും മാറും. പക്ഷേ നമ്മൾ കുറച്ച് നമുക്ക് ഹോം റെമഡീസ് ഉണ്ട്. ഹോം റെമഡീസിൽ 2 എനിക്ക് പറയാനുള്ള ഒന്നെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളുടെ പാലും ഈന്തപ്പഴവും. ഇത് ഏറ്റവും നല്ലതാട്ടോ നമുക്ക് കുഞ്ഞുങ്ങളാവാൻ. അത് സ്ത്രീക്കും പുരുഷനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അതായത് 1 ഗ്ലാസ് പാലിൽ 5 ഈന്തപ്പഴം വെച്ചിട്ട് കണക്കിലെടുക്കുക. എന്നിട്ട് ഈ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള അതെല്ലാം മാറ്റി, കുരുവെല്ലാം മാറ്റിയിട്ട് ഈ ഈന്തപ്പഴത്തിന് പാലിൽ ഇട്ട് വയ്ക്കുക. ഇത് വെച്ചിട്ട് അത് കുതിർന്ന് വരുമല്ലോ. അതിന് ശേഷം ഇതിനെ മിക്സിയിൽ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് പുരുഷന്മാർക്ക് കാലത്തും കഴിക്കുക, വെറും വയറ്റിലും കഴിക്കുക, നൈറ്റും കഴിക്കുക. നൈറ്റ് കിടക്കാൻ പോകുന്ന സമയത്തും കഴിക്കുക. പുരുഷന്മാർ അങ്ങനെ കഴിക്കണം. അപ്പോൾ കാലത്ത് 5, വൈകുന്നേരം 5, അങ്ങനെ 5, 10 ഈന്തപ്പഴവും അങ്ങനെ ആയിട്ട് പുരുഷന്മാർ കഴിക്കുക. സ്ത്രീകളും ഈക്വൽ അതേപോലെ ചെയ്തിട്ട് 5 ഈന്തപ്പഴവും 1 ഗ്ലാസ് പാലും എടുത്തിട്ട് രാവിലെ വെറും വയറ്റിലാണ് സ്ത്രീകൾ കഴിക്കേണ്ടത്. നൈറ്റ് കഴിക്കേണ്ട കേട്ടോ സ്ത്രീകൾ. പുരുഷന്മാർ മാത്രമാണ് നൈറ്റും മോർണിംഗിലും നൈറ്റും കഴിക്കാൻ പറയുന്നത്. ഇത് ചെയ്യുക. ഇത് ഡെഫിനറ്റ്ലി ഒരു 48 ദിവസത്തിനുള്ളിൽ നമുക്ക് ചേഞ്ചസ് വരും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ ഇത് കഴിക്കുമ്പോൾ എന്തുകൊണ്ടായി നമുക്ക് ഈന്തപ്പഴത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ പാലിൽ എന്തൊക്കെയാണ് ഉള്ളത്? കാൽസ്യം ഉണ്ട്, പ്രോട്ടീനുണ്ട്, വൈറ്റമിൻസും ഉണ്ട്, മിനറൽസും ഉണ്ട്, ഇതല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ, അതായത് ഇതിലൊത്തിരി അയൺ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ HB, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരഘടനയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിൽ മാത്രമേ ഹെൽത്തി ഉള്ളൊരു കുഞ്ഞിനെ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലേ, ജന്മം നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ സോ ഇതാണ് ഒരു ടിപ്സ്, ഈന്തപ്പഴവും പാലും. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് മുരിങ്ങപ്പൂവിൻ്റെ പാനീയം. അതായത് മുരിങ്ങപ്പൂവ് എല്ലാവർക്കും അറിയാമല്ലോ. ആ മുരിങ്ങപ്പൂവിൻ്റെ പാനീയം ഉണ്ടാക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മൾ മുരിങ്ങയിലയല്ല കേട്ടോ, പൂവാണ്. മുരിങ്ങപ്പൂവ് ഒരു 10, 15, 20 എടുക്കുക. അതിനുശേഷം ആ മുരിങ്ങപ്പൂവിൻ്റെ പൂവിനെ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചൂടാക്കുക. അത് വെന്ത് കഴിയുമ്പോൾ ആ പൂവിന് ആ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ആ പൂവിനെ നന്നായിട്ട് അതിൻ്റെ നീരെടുക്കുക. അല്ലെങ്കിൽ അരച്ചാലും മതി കേട്ടോ, അതിനെ മിക്സിയിൽ അടിച്ചാലും മതി. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ആ മിക്സിയിൽ അടിച്ചിട്ടുള്ള ആ ക്രീം പോലെ എടുക്കുക. അല്ലാന്ന് വെച്ച് പറഞ്ഞാൽ അതിൻ്റെ നീരെടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇത് ആട്ടിൻപാലാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് ആട്ടിൻപാൽ എപ്പോഴും കിട്ടണമെന്നില്ല, പശുവും പാലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആട്ടിൻപാലാണ്. നാട്ടിൻപുറത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ അത് കിട്ടാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ സോ ആട്ടിൻപാലിൽ ഈ സംഭവം എന്താണ്, നമ്മുടെ മുരിങ്ങപ്പൂവിൻ്റെ ആ എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രീമാക്കിയതിനെ അതിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ കഴിക്കുക. അത് നമുക്ക് ചിലപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് തേൻ ഒഴിക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ സോ ഇത് മിക്സ് ചെയ്തിട്ട് ഇതും കഴിക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കഴിച്ച് നമ്മൾ പറഞ്ഞ ഭക്ഷണ രീതികൾ സ്കിപ്പ് ചെയ്ത്, അതായത് ഒഴിവാക്കാൻ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി എക്സസൈസും ചെയ്ത് ഡോക്ടർ തരുന്ന മെഡിസിൻസ് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കഴിച്ച് മാനസികപരമായിട്ട് പോസിറ്റീവ്സായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടും. ഒന്നല്ല, ഒത്തിരി കുഞ്ഞുങ്ങളെ കിട്ടും എന്നുള്ള സന്തോഷപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. വരുന്ന എപ്പിസോഡിൽ ഡയറ്റും എക്സസൈസും എന്തെല്ലാമാണെന്ന് കാണിക്കുന്ന വീഡിയോയുമായിട്ട് ഞാൻ വരാം. ബൈ.